കേരളത്തിൽ CPM ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. സ്വർണ്ണക്കടത്തിലും മാസപ്പടിയിലും അടക്കം മുഖ്യമന്ത്രി മകളും നടത്തിയത് വൻ അഴിമതി. CMRL അഴിമതിയിലും ഇരുവരും പ്രതിസ്ഥാനത്താണുള്ളത്. കോൺഗ്രസിനെയും ഇടതിനെയും വിശ്വസിക്കാൻ സാധിക്കുമോ എന്നും അഴിമതിയും വികസന വിരുദ്ധതയുമാണ് ഇരുവരുടെയും മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാന സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത് കേരളത്തെ ഞെട്ടിച്ച കൊള്ളകളോടൊപ്പം തന്നെ അഴിമതി, ഈ രണ്ട് കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗങ്ങളിൽ ഉടനീളം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുന്ന സമീപനം, ഒപ്പം തന്നെ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ നടന്ന കൊള്ള ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ അഴിമതിക്കാരെ, കൊള്ള നടത്തുന്നവരെ തുറങ്കിലടക്കുമെന്ന ഉറപ്പ് നൽകുന്ന ഒപ്പം തന്നെ പണം നഷ്ടപ്പെട്ട ആർക്കും തന്നെ അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യമല്ല, അവർക്ക് പണം തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന ഉറപ്പ് കൂടി ഇവിടെ നൽകിക്കൊണ്ടാണ്, കാട്ടാക്കടയിൽ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് തൃശ്ശൂരിലടക്കം കുന്നംകുളത്തടക്കം സംസാരിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിലും എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ആളുകൾ ശ്രദ്ധാപൂർവം നോക്കിയിരുന്നതും ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു, ഈ അഴിമതികളുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ പ്രധാനമന്ത്രി എങ്ങനെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയായിരുന്നു. ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അഴിമതി നടത്തുന്ന ആരെയും വെറുതെ വിടില്ല, ഇടതു വലതു മുന്നണികളുടെ അഴിമതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഓരോന്നും മുന്നോട്ട് പോയത്. മാത്രമല്ല, സഹകരണ മേഖലയിലെ കൊള്ളക്കാരെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം ഉറപ്പ് ഇവിടെയുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ കൊള്ളയ്ക്ക് ഇരയായ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയും മകളും അഴിമതി ആരോപണത്തിൽ അന്വേഷണം നേരിടുകയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഇത്തരത്തിൽ കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടി രൂപയുടെ കൊള്ളയെന്ന ആരോപണം നിലനിൽക്കുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. തൃശ്ശൂരിൽ മാത്രം 80 ബാങ്കുകളിലാണ് സഹകരണ തട്ടിപ്പ്, സഹകരണ കൊള്ള നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, ആസൂത്രിതമാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഉടനീളം ചെയ്തിരുന്നത്. മുമ്പ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പും പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു എങ്കിൽ ഒരിക്കൽ കൂടി ആ കേസ് പരാമർശിച്ചുകൊണ്ട് മറ്റു കേസുകളിലേക്ക് കൂടി, പ്രത്യേകിച്ച് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അതിന്റെ തുടർ നടപടികൾ, ചോദ്യം ചെയ്യലുകളെല്ലാം പുരോഗമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആ ഒരു പ്രധാനപ്പെട്ട കേസ് കൂടി ഇന്ന് പരാമർശിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഊന്നി തന്നെ ഓരോ സ്ഥലങ്ങളിലും, ഓരോ സമ്മേളന വേദികളിലും അദ്ദേഹം സംസാരിക്കുന്നു. അതിന് പ്രതിവിധി കൂടി കാണുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. അതായത് ഈ കൊള്ള നടത്തിയ ആളുകളെ തുറങ്കിലടക്കുമെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് പണം തിരികെ ലഭിക്കുമെന്നും അത്തരത്തിൽ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കിയതിന്റെ ചരിത്രം NDA സർക്കാരിന് ഉണ്ട് എന്ന കാര്യവുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആയിരക്കണക്കിന് കോടി ഇത്തരത്തിൽ തിരികെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് പണം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയതിന് ശേഷം വിവാഹം മുടങ്ങിയ ആളുകളുടെ മകളുടെ വിവാഹം മുടങ്ങിയിട്ടുണ്ട്, മക്കളുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം വലിയ ആശ്വാസമാണ്, തങ്ങളുടെ പണം നഷ്ടമായിട്ടില്ല, അതെന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രധാനമന്ത്രിയുടെ തന്നെ ഉറപ്പ്. അത് തന്നെയാണ് അദ്ദേഹം തൃശ്ശൂരിലും പൂർണ്ണമായും തന്നെ പറഞ്ഞത്. അതിന്റെ തുടർച്ച തന്നെയായിരുന്നു ഇവിടെയും പറഞ്ഞത്. ഒപ്പം തന്നെയായിരുന്നു വിഷയങ്ങളിലേക്ക് കൂടി കടന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ തീരദേശ പ്രശ്നങ്ങൾ കൂടി ഉയർത്തുന്നു, മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. അവരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആറ്റിങ്ങലിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി അദ്ദേഹം അത് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട്. കാരണം ആ ഒരു ഉറപ്പ് തന്നെയായിരുന്നു തീരദേശ
തീരദേശ മേഖലയിലെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. അവരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ മാറോട് ചേർക്കുന്ന, കരങ്ങൾ പുണരുന്ന അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു അവർ കാത്തിരുന്നത്. ആ ഒരു പ്രഖ്യാപനവും പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട, അതായത് തന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന BJPയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി തന്നെയാണ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഓരോന്നും അദ്ദേഹം പറയുന്നുണ്ട്. നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, ഇനി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്രികകൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ജനകീയ വിഷയങ്ങളാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി മാറുകയും ചെയ്യുന്നത്. മാത്രമല്ല, വികസന കാര്യത്തിലുള്ള മുന്നോട്ട് കുതിപ്പ്, അതായത് വന്ദേ ഭാരത് ആണെങ്കിലും ബുള്ളറ്റ് ട്രെയിനുകളാണെങ്കിലും എല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. തുടക്കത്തിൽ, അതായത് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ആളുകളുടെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു ആ പ്രസംഗം ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോയത്. വിഷുവിനെ കുറിച്ചെല്ലാം പരാമർശിച്ച് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി. അതിനുശേഷമാണ് അഴിമതിക്കാരെ തുറങ്കിലടക്കം അവരെ എല്ലാ നടപടികളും അവർക്കെതിരെ ശക്തമായി തന്നെ എടുക്കുമെന്ന് പറഞ്ഞത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധി അഴിമതികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അദ്ദേഹം പ്രധാനമായി പറയേണ്ടത്. സഹകരണ ബാങ്കിലെ ദരിദ്രരായവരുടെ സമ്പാദ്യം CPM കൊള്ളയടിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയ സാധാരണക്കാരായ ആളുകളാണ്, അവർക്കാണ് പണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദരിദ്രരായ ആളുകളെ, അത്തരത്തിലുള്ള ആളുകളെയാണ് അവിടെ CPM കൊള്ളയടിക്കുന്നത് ആസൂത്രിതമായി എന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും ക്കെതിരായ അതിക്രമങ്ങളുമെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യവും പ്രധാനമന്ത്രി അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് പൂർണ്ണമായും തന്നെ ആ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോവുകയും ചെയ്തത്.